ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 31-ാമത്തെ തിരുവചനം പഠിക്കാം. അതിപ്രകാരമാണ്: ദൂതൻ മറിയത്തോട് പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. പ്രൈസ് ദി ലോർഡ്. പിന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21 കൂടെ നമുക്ക് ചേർത്ത് വയ്ക്കാം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കും. ഇവിടെ നമ്മൾ കാണുകയാണ് യേശുവിൻ്റെ ജനനസമയത്ത് ദൂതൻ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിക്കുന്ന ഒരു വലിയ സന്ദേശം. മറിയത്തോട് പറയുകയാണ്, നീ ഗർഭം ധരിച്ചിട്ട് പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറയുമ്പോൾ യേശു എന്ന പേരിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാകയാൽ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് രക്ഷകനായിട്ടാണ്. ഈ ക്രിസ്മസ് കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു ചോദ്യമുണ്ടായിരിക്കണം. അതിപ്രകാരമാണ്: യേശു ആരാണ്? യേശു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? യേശു എനിക്ക് ആരെങ്കിലും ആയോ? യേശുവിനെ ഞാൻ ആരായിട്ടാണ് കണ്ടുമുട്ടുന്നത് ജീവിതത്തിൽ? യേശു എനിക്ക് രക്ഷകനാണോ? യേശുവെ കൊണ്ടുവന്ന ആ രക്ഷ അനുഭവിക്കാനായിട്ട് എനിക്കിന്ന് സാധിക്കുന്നുണ്ടോ? ഈ കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കുകയും ഉത്തരം കണ്ടെത്താനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്.